സ്വാഗതം പ്രിയ വിദ്യാർത്ഥികളെ. ഈ സെഷനിൽ നമ്മൾ പോളിനോമിയൽ ഇക്വേഷൻസിനെ കുറിച്ച് പഠിക്കുന്നു. ഡെഫിനിഷൻസ് ഓഫ് പോളിനോമിയൽ ഫംഗ്ഷൻസ്, അവയുടെ സീറോസ്, പോളിനോമിയൽ ഇക്വേഷൻ, അവയുടെ റൂട്ട്സ് ഇവയെ കുറിച്ച് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നു. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്രയുടെ പ്രസ്താവന നമ്മൾ നൽകുന്നു. പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് റിയൽ കോയിഫിഷ്യൻസിന് ഇമാജിനറി റൂട്ട്സ് കോൺജുഗേറ്റ് പെയറായി ഒക്കർ ചെയ്യുമെന്ന് നമ്മൾ പഠിക്കുന്നു. പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് റാഷണൽ കോയിഫിഷ്യൻസിന് ഷെയർഡ് റൂട്ട്സ് കോൺജുഗേറ്റ് പെയറായി ഒക്കർ ചെയ്യുമെന്ന് നമ്മൾ പഠിക്കുന്നു. ഏതാനും ചില ഇക്വേഷൻസിന്റെ റൂട്ട്സ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഈ റിസൾട്ട്സ് ഉപയോഗിക്കുന്നു. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഡെഫിനിഷൻ: A function defined by f of x is equal to p naught x raised to n plus p1 x raised to n minus 1 plus etc. plus pn minus 1 x plus pn, where p naught not equal to 0 and n is a positive integer or 0 and pi I is equal to 0, 1, etc. n ഇവയൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സും ആണെങ്കിൽ എഫ് ഓഫ് എക്സിനെ പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി n ഇൻ ദ ഇൻഡിറ്റർമിനേറ്റ് x എന്ന് വിളിക്കുന്നു. ദ നമ്പേഴ്സ് pi I is equal to 0, 1, 2, etc. n ഇവയെ നമ്മൾ എഫിന്റെ കോയിഫിഷ്യൻസ് എന്ന് വിളിക്കുന്നു. ഡെഫിനിഷൻ: ആൽഫ എന്ന കോംപ്ലക്സ് നമ്പർ എഫ് ഓഫ് എക്സ് എന്ന പോളിനോമിയലിന്റെ സീറോ അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ is equal to 0 ആകുമ്പോഴാണ്. എക്സാമ്പിൾ: എഫ് ഓഫ് എക്സ് is equal to x square minus x minus 6 എന്ന പോളിനോമിയലിന്റെ ഡിഗ്രി 2ഉം കോയിഫിഷ്യൻസ് റിയൽ നമ്പേഴ്സുമാണ്. -2 ഈ പോളിനോമിയലിന്റെ 0 ആണ്, കാരണം എഫ് ഓഫ് -2 is equal to -2 whole square minus -2 minus 6 is equal to 0. 3 മറ്റൊരു 0 ആണ്, കാരണം എഫ് ഓഫ് 3 is equal to 3 square minus 3 minus 6 is equal to 0. എക്സാമ്പിൾ: എഫ് ഓഫ് എക്സ് is equal to x cube plus 2x minus I എന്ന പോളിനോമിയൽ 3 ഡിഗ്രിയിലുള്ളതും കോയിഫിഷ്യൻസ് കോംപ്ലക്സ് നമ്പറുമാണ്. I ഇതിന്റെ ഒരു 0 ആണ്, കാരണം എഫ് ഓഫ് I is equal to I cube plus 2i minus I is equal to 0. നമ്മൾ ഒരു പ്രധാനപ്പെട്ട റിസൾട്ട് പ്രസ്താവിക്കുന്നു. അതിന്റെ പ്രൂഫ് നമ്മുടെ ഡിസ്കഷന്റെ ഭാഗമല്ല. തിയറം: ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. ഒന്നോ അതിലധികമോ ഡിഗ്രിയുള്ള ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷനും ഒരു 0 എങ്കിലും ഉണ്ടാവും. റിമാർക്ക്: തിയറം പറയുന്നത് എഫ് ഓഫ് എക്സ് is equal to p naught x raised to n plus p1 x raised to n minus 1 plus etc. plus pn is a polynomial of degree n greater than or equal to 1 ആണെങ്കിൽ അവിടെ ആൽഫ എന്ന കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ കഴിയും. such that f of alpha is equal to p naught alpha raised to n plus p1 alpha raised to n minus 1 plus etc. plus pn minus 1 alpha plus pn is equal to 0. Definition: f of x is equal to p naught x raised to n plus p1 x raised to n minus 1 plus etc. plus pn with p naught not equal to 0 ആണെങ്കിൽ f of x is equal to 0യെ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് nth ഡിഗ്രി എന്ന് പറയുന്നു. റിമാർക്ക്: nth ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ ഇക്വേഷന്റെ ജനറൽ ഫോം ഇങ്ങനെയാണ്: p naught x raised to n plus p1 x raised to n minus 1 plus p2 x raised to n minus 2 plus etc. plus pn minus 1 x plus pn is equal to 0 with p naught not equal to 0. ഇരുവശവും p naught കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോയിഫിഷ്യൻസിനെ റീനെയിം ചെയ്താൽ നമുക്ക് x raised to n plus p1 x raised to n minus 1 plus p2 x raised to n minus 2 plus etc. plus pn minus 1 x plus pn is equal to 0 എന്ന nth ഡിഗ്രിയിലുള്ള പോളിനോമിയൽ ഇക്വേഷൻ ലഭിക്കണം. ഡെഫിനിഷൻ: എ കോംപ്ലക്സ് നമ്പർ ആൽഫ എഫ് ഓഫ് എക്സ് is equal to 0 എന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട് അല്ലെങ്കിൽ 0 ആവുന്നത് എഫ് ഓഫ് ആൽഫ is equal to 0 ആവുമ്പോഴാണ്. അതായത് ആൽഫ എന്നത് എഫ് ഓഫ് എക്സ് is equal to 0യുടെ റൂട്ട് ആവുന്നത് എക്സ് is equal to ആൽഫ എന്ന് പുട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് is equal to 0 എഫ് ഓഫ് ആൽഫ equal to 0 എന്ന ഐഡന്റിറ്റി ആകുമ്പോഴാണ്. പോളിനോമിയൽ ഇക്വേഷന്റെ കേസിൽ ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര താഴെ പറയുന്ന ഫണ്ടമെന്റൽ തിയറം ഓഫ് ദി തിയറി ഓഫ് ഇക്വേഷൻ ആയി മാറുന്നു. തിയറം: ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര. എഫ് ഓഫ് എക്സ് is equal to 0 എന്ന പോളിനോമിയൽ ഇക്വേഷന് എല്ലായ്പ്പോഴും റൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മൾ മറ്റൊരു പ്രധാന റിസൾട്ട് പ്രസ്താവിക്കുന്നു. അതിന്റെ പ്രൂഫ് നമ്മുടെ ചർച്ചയുടെ ഭാഗമല്ല. തിയറം: ഡിവിഷൻ അൽഗോരിതം ഫോർ പോളിനോമിയൽ ഫംഗ്ഷൻസ്. എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ഇവ രണ്ട് പോളിനോമിയൽ ഫംഗ്ഷൻസും ഡിഗ്രി ഓഫ് ജി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ അവിടെ ക്യൂ ഓഫ് എക്സ്, ആർ ഓഫ് എക്സ് എന്ന കോഷ്യന്റ് റിമൈൻഡർ എന്ന് വിളിക്കുന്ന രണ്ട് പോളിനോമിയൽസ് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് is equal to g of x into q of x plus r of x, where degree of r of x less than degree of g of x. തിയറം: റിമൈൻഡർ തിയറം. എഫ് ഓഫ് എക്സ് പോളിനോമിയൽ ആണെങ്കിൽ എഫ് ഓഫ് എ റിമൈൻഡർ ആവുന്നത് എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമ്പോഴാണ്. പ്രൂഫ്: ജി ഓഫ് എക്സ് is equal to എക്സ് മൈനസ് എ എന്ന് കൊടുത്താൽ എഫ് ഓഫ് എക്സ് is equal to എക്സ് മൈനസ് എ ടൈംസ് ക്യൂ ഓഫ് എക്സ് പ്ലസ് ആർ ഓഫ് എക്സ്, വേർ ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് എക്സ് മൈനസ് എ ആവുന്നു. അതായത് ഡിഗ്രി ഓഫ് ആർ ഓഫ് എക്സ് 0, അതുകൊണ്ട് ആർ ഓഫ് എക്സ് കോൺസ്റ്റന്റ് ആണ്.
അതിനെ നമ്മൾ r എന്ന് എടുക്കുന്നു. അപ്പോൾ f of x is equal to x minus a times q of x plus r. x is equal to a എന്ന് മുകളിലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് f of a is equal to r എന്ന് കിട്ടുന്നു. അങ്ങനെ പ്രൂഫ് പൂർത്തിയാവുന്നു. താഴെ പറയുന്ന റിസൾട്ട് തിയറത്തിൽ നിന്നും എളുപ്പത്തിൽ ലഭിക്കുന്നു. കൊറോലറി f of a is equal to 0 ആണെങ്കിൽ പോളിനോമിയൽ f of x ന് x minus a ഒരു ഫാക്ടർ ആയിരിക്കും. താഴെ പറയുന്നത് ഹൈസ്കൂൾ ആൾജിബ്രയിലെ ഒരു റിസൾട്ടാണ്. കൊറോലറി ഫാക്ടർ തിയറം. a എന്ന നമ്പർ f of x എന്ന പോളിനോമിയലിന്റെ 0 ആവുന്നത് x minus a ഫാക്ടർ ഓഫ് f of x ആവുമ്പോൾ മാത്രമാണ്. തിയറം. ഡിഗ്രി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയ പോളിനോമിയൽ ഇക്വേഷന് n റൂട്ട്സ് ഉണ്ടായിരിക്കും. പ്രൂഫ്. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. f of x is equal to 0 എന്നത് n is equal to 1 ഡിഗ്രി ആയ പോളിനോമിയൽ ഇക്വേഷൻ ആണെന്ന് കരുതുക. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പ്രകാരം f of x is equal to 0 എന്ന ഇക്വേഷന് ഒരു റൂട്ട് ഉണ്ടായിരിക്കും. അതിനെ a1 എന്ന് കരുതുക. അപ്പോൾ f of a1 is equal to 0. അതുകൊണ്ട് ഫാക്ടർ തിയറം പ്രകാരം f of x നെ x minus a1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് f of x is equal to x minus a1 times phi1 of x, where phi1 of x എന്നത് പോളിനോമിയൽ ഫംഗ്ഷൻ ഓഫ് ഡിഗ്രി 0 ആവുന്നു. അതുകൊണ്ട് phi1 of x ഒരു നോൺ സീറോ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് f of x is equal to 0ക്ക് ഒരേ ഒരു റൂട്ട് മാത്രമേ ഉള്ളൂ. ഇൻഡക്ഷൻ ആർഗ്യുമെന്റ് ഉപയോഗിക്കുന്നതിനായി റിസൾട്ട് n is equal to k ക്ക് ശരിയാണെന്ന് കരുതുക. അപ്പോൾ k ഡിഗ്രി ആയിട്ടുള്ള ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും k റൂട്ട്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. f of x is equal to 0 എന്നത് n is equal to k plus 1 ഡിഗ്രി ആയ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണെന്ന് കരുതുക. ഫണ്ടമെന്റൽ തിയറം ഓഫ് ആൾജിബ്ര പ്രകാരം f of x is equal to 0ക്ക് ഒരു റൂട്ട് ഉണ്ടായിരിക്കും. അതിനെ നമ്മൾ a1 എന്ന് എടുക്കുന്നു. അപ്പോൾ f of a1 is equal to 0. അതുകൊണ്ട് ഫാക്ടർ തിയറം പ്രകാരം x minus a1 കൊണ്ട് f of x നെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് f of x is equal to x minus a1 into phi1 of x, where phi1 of x is a polynomial of degree k. ഇൻഡക്ഷൻ ആർഗ്യുമെന്റ് പ്രകാരം phi1 of x ന് കൃത്യമായും k റൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് f of x is equal to 0ക്ക് കൃത്യമായും k plus 1 റൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഡിഗ്രി ആയ ഏതൊരു പോളിനോമിയൽ ഇക്വേഷനും കൃത്യമായും n റൂട്ട്സ് ഉണ്ട്. റിമാർക്ക്. ചില റൂട്ട്സ് തുല്യമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും നമ്മൾ ഇക്വേഷന് n റൂട്ട്സ് ഉണ്ട് എന്ന് തന്നെ പറയുന്നു. The occurrence of imaginary roots in conjugate pair. താഴെ പറയുന്ന റിസൾട്ട് റിയൽ കോയിഫിഷ്യൻസ് ഉള്ള പോളിനോമിയൽ ഇക്വേഷന് ഒരു കോംപ്ലക്സ് റൂട്ട് ഉണ്ടെങ്കിൽ അത് കോൺജുഗേറ്റ് പെയർ ആയാണ് ഒക്കർ ചെയ്യുക എന്ന് പ്രസ്താവിക്കുന്നു. തിയറം. റിയൽ കോയിഫിഷ്യൻസ് ഉള്ള പോളിനോമിയൽ ഇക്വേഷൻസിന് ഇമാജിനറി റൂട്ട്സ് പെയർ ആയി ഒക്കർ ചെയ്യുന്നു. അതായത് p0 x raised to n plus p1 x raised to n minus 1 plus etc plus pn is equal to 0, where p0, p1 etc pn റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ വിത്ത് p0 not equal to 0 എന്നതിന് ഒരു കോംപ്ലക്സ് റൂട്ട് a പ്ലസ് ib ഉണ്ടെങ്കിൽ അതിന് a മൈനസ് ibയും ഒരു കോംപ്ലക്സ് റൂട്ട് ആയിരിക്കും. f of x is equal to 0 ഒരു പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് റിയൽ കോയിഫിഷ്യൻസ് ആണെന്നും a പ്ലസ് ib അതിന്റെ ഒരു ഇമാജിനറി റൂട്ട് ആണെന്നും കരുതുക. അതിന്റെ കോൺജുഗേറ്റ് പെയർ a മൈനസ് ibയും ഒരു റൂട്ട് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. a പ്ലസ് ibക്ക് കറസ്പോണ്ടിങ് ആയ ഫാക്ടർ x മൈനസ് a പ്ലസ് ibയും a മൈനസ് ibക്ക് കറസ്പോണ്ടിങ് ആയ ഫാക്ടർ x മൈനസ് a മൈനസ് ibയുമാണ്. അതുകൊണ്ട് a പ്ലസ് ibക്കും a മൈനസ് ibക്കും കൂടിയുള്ള ഫാക്ടർ x minus a minus ib times x minus a plus ib അല്ലെങ്കിൽ x minus a whole square plus b square ആണ്. f of x നെ x minus a whole square plus b square കൊണ്ട് ഡിവൈഡ് ചെയ്ത് കോഷ്യന്റിനെ q of x എന്നും റിമൈൻഡറിനെ r of x plus r prime എന്നും എടുക്കുന്നു. റിമൈൻഡറിന്റെ ഡിഗ്രി പരമാവധി 1 ആണ്. കാരണം x minus a whole square plus b squareന്റെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് f of x is equal to q of x times x minus a whole square plus b square plus r of x plus r prime. We call it equation number 1. ഈ ഐഡന്റിറ്റിയിൽ x is equal to a plus ib കൊടുത്താൽ f of a plus ib is equal to q of x times 0 plus r times a plus ib plus r prime. x is equal to a plus ib, f of x is equal to 0 യുടെ റൂട്ട് ആയതിനാൽ f of a plus ib is equal to 0. അതുകൊണ്ട് ഇക്വേഷൻ 2 നിന്നും r into a plus ib plus r prime is equal to 0. റിയൽ ആൻഡ് ഇമാജിനറി പാർട്സിനെ 0യുമായി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ra plus r prime is equal to 0 എന്നും rb is equal to 0 എന്നും കിട്ടുന്നു. അസംഷൻ പ്രകാരം a plus ib ഒരു ഇമാജിനറി റൂട്ട് ആയതിനാൽ b not equal to 0 ആയിരിക്കും. അതുകൊണ്ട് മുകളിൽ നിന്നും r is equal to 0 and r prime is equal to 0. അതുകൊണ്ട് ഇക്വേഷൻ 1 പ്രകാരം x മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. അതായത് x മൈനസ് എ മൈനസ് ഐ ബി ടൈംസ് x മൈനസ് എ പ്ലസ് ഐ ബി എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യും. അതുകൊണ്ട് x ഈസ് ഈക്വൽ ടു എ മൈനസ് ഐ ബി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0യുടെ ഒരു റൂട്ടാണ്.
അതായത് നമ്മൾ പ്രൂവ് ചെയ്തത് എ പ്ലസ് ഐ ബി എന്ന ഒരു ഇമാജിനറി നമ്പർ ഒരു റൂട്ടാണെങ്കിൽ എ മൈനസ് ഐ ബിയും ഒരു റൂട്ടാണെന്നാണ്. ഇതിൽ നിന്നും റിയൽ കോയിഫിഷ്യൻസ് ഉള്ള ഇക്വേഷന് ഇമാജിനറി റൂട്ട്സ് ഒക്യൂർ ചെയ്യുകയാണെങ്കിൽ അവ കോൺജുഗേറ്റ് പെയറായി ഒക്യൂർ ചെയ്യുന്നു എന്ന് ലഭിക്കുന്നു. പ്രൂഫ് പൂർത്തിയായി. റിമാർക്ക്: എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന് എ പ്ലസ് ഓർ മൈനസ് ഐ ബി എന്ന പെയർ ഓഫ് ഇമാജിനറി റൂട്ട്സ് ഉണ്ടെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എഫ് ഓഫ് എക്സിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. എ പ്ലസ് ഓർ മൈനസ് ഐ ബി, സി പ്ലസ് ഓർ മൈനസ് ഐ ഡി, ഇ പ്ലസ് ഓർ മൈനസ് ഐ ജി മുതലായവ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0യുടെ ഇമാജിനറി റൂട്ട്സ് ആണെങ്കിൽ, കൂടാതെ ഫി ഓഫ് എക്സ് എന്നത് ഈ ഇമാജിനറി റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയ ക്വാഡ്രാറ്റിക് ഫാക്ടേഴ്സിന്റെ പ്രൊഡക്റ്റും ആണെങ്കിൽ ഫി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടൈംസ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ടൈംസ് എക്സ് മൈനസ് ഇ ഹോൾ സ്ക്വയർ പ്ലസ് ജി സ്ക്വയർ ടൈംസ് എക്സെട്ര. ഏതൊരു റിയൽ വാല്യൂവിനും മുകളിൽ കൊടുത്തിരിക്കുന്ന ഓരോ ഫാക്ടേഴ്സും പോസിറ്റീവ് ആയതുകൊണ്ട് ഏതൊരു റിയൽ നമ്പറിനും ഫി ഓഫ് എക്സ് പോസിറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ: -1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 റൂട്ട് ആയ x⁴ പ്ലസ് 4x³ പ്ലസ് 5x² പ്ലസ് 2x മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന പോളിനോമിയൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക. സൊല്യൂഷൻ: തിയറം പ്രകാരം -1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന കോംപ്ലക്സ് റൂട്ട് -1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 എന്ന കോംപ്ലക്സ് കോൺജുഗേറ്റിന്റെ കൂടെ ഒക്കർ ചെയ്യുന്നു. അതുകൊണ്ട് x മൈനസ് -1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 ടൈംസ് x മൈനസ് -1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 ഈസ് ഈക്വൽ ടു x പ്ലസ് 1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 ടൈംസ് x പ്ലസ് 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -1 വിച്ച് ഈസ് ഈക്വൽ ടു x² പ്ലസ് 2x പ്ലസ് 2 എന്നത് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷന്റെ ഒരു ഫാക്ടർ ആണെന്ന് കിട്ടും. ഈ ഫാക്ടർ കൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് x² പ്ലസ് 2x മൈനസ് 1 എന്ന ഫാക്ടർ കിട്ടുന്നു. x² പ്ലസ് 2x മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ -1 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ലഭിക്കുന്നു. അതുകൊണ്ട് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സ് -1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് -1, -1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -1, -1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആൻഡ് -1 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 2 ആണ്. a² by x minus a plus b² by x minus b plus c² by x minus c plus etc plus h² by x minus h is equal to k എന്ന ഇക്വേഷനെ ഇമാജിനറി റൂട്ട്സിൽ നിന്ന് തെളിയിക്കുക. സൊല്യൂഷൻ: p പ്ലസ് ഐ ക്യൂ ഒരു റൂട്ടാണെന്ന് കരുതുക. അപ്പോൾ p മൈനസ് ഐ ക്യൂവും ഒരു റൂട്ടായിരിക്കും. ഇക്വേഷൻ 3ൽ x is equal to p plus iq എന്ന് കൊടുത്താൽ നമുക്ക് a² by p minus a plus iq plus b² by p minus b plus iq plus etc plus h² by p minus h plus iq is equal to k. ഇക്വേഷൻ നമ്പർ 4. x is equal to p minus iq എന്ന് ഇക്വേഷൻ 3ൽ കൊടുത്താൽ നമുക്ക് a² by p minus a minus iq plus etc plus h² by p minus h minus iq is equal to k. ഇക്വേഷൻ 5 എന്ന് കിട്ടുന്നു. ഇക്വേഷൻ 5ൽ നിന്നും ഇക്വേഷൻ 4 കുറച്ചാൽ നമുക്ക് a² ടൈംസ് 1 by p minus a minus iq minus 1 by p minus a plus iq plus b² times 1 by p minus b minus iq minus 1 by p minus b plus iq plus etc plus h² times 1 by p minus h minus iq minus 1 by p minus h plus iq is equal to 0. അതായത് a² times 2iq by p minus a whole square plus q² plus b² times 2iq by p minus b square plus q² plus etc plus h² times 2iq by p minus h whole square plus q² is equal to 0. അതായത് q times a² by p minus a whole square plus q² plus etc plus h² by p minus h whole square plus q² is equal to 0. ബ്രാക്കറ്റിനകത്തുള്ള സം ഓഫ് ദി ടേംസ് ഒരിക്കലും 0 ആവാത്തതിനാൽ നമുക്ക് q is equal to 0 എന്ന് ലഭിക്കുന്നു. q is equal to 0 എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഇക്വേഷന് ഇമാജിനറി റൂട്ട്സ് ഇല്ല എന്നാണ് കിട്ടുന്നത്. പ്രൂഫ് പൂർത്തിയാവുന്നു. ദി ഒക്കറൻസ് ഓഫ് ഷെയർഡ് റൂട്ട്സ് ഇൻ കോൺജുഗേറ്റ് പെയർ. താഴെ കൊടുത്തിരിക്കുന്ന റിസൾട്ട് റാഷണൽ കോയിഫിഷ്യൻസ് ഉള്ള പോളിനോമിയൽ ഇക്വേഷന് ഷെയർഡ് റൂട്ട്സ് കോൺജുഗേറ്റ് പെയറായി ഒക്കർ ചെയ്യുന്നു എന്ന് പറയുന്നു. തിയറം 6. റാഷണൽ കോയിഫിഷ്യൻസ് ഉള്ള ഒരു ഇക്വേഷന് ക്വാഡ്രാറ്റിക് ഷെയർഡ് റൂട്ട്സ് പെയറായി ഒക്കർ ചെയ്യുന്നു. റാഷണൽ കോയിഫിഷ്യൻസ് ഉള്ള ഇക്വേഷനാണ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് കരുതുക. എ പ്ലസ് റൂട്ട് ബി അതിന്റെ ഒരു ഷെയർഡ് റൂട്ടാണെന്ന് കരുതുക. എ മൈനസ് റൂട്ട് ബി അതിന്റെ റൂട്ടാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. എ പ്ലസ് റൂട്ട് ബിക്ക് കറസ്പോണ്ടിങ് ആയ എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ എക്സ് മൈനസ് എ പ്ലസ് റൂട്ട് ബിയും എ മൈനസ് റൂട്ട് ബിക്ക് കറസ്പോണ്ടിങ് ആയ ഫാക്ടർ എക്സ് മൈനസ് എ മൈനസ് റൂട്ട് ബിയും ആണ്.
അതുകൊണ്ട് എ പ്ലസ് റൂട്ട് ബിക്കും എ മൈനസ് റൂട്ട് ബിക്കും കറസ്പോണ്ടിങ് ആയ ഫാക്ടർ എക്സ് മൈനസ് എ മൈനസ് റൂട്ട് ബി ടൈംസ് എക്സ് മൈനസ് എ പ്ലസ് റൂട്ട് ബി അല്ലെങ്കിൽ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി ആണ്. എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യന്റ് ക്യൂ ഓഫ് എക്സും റിമൈൻഡർ ആർ എക്സ് പ്ലസ് ആർ പ്രൈമും ആണെന്ന് കരുതുക. റിമൈൻഡറിന്റെ ഡിഗ്രി പരമാവധി 1 ആണ്, കാരണം എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബിയുടെ ഡിഗ്രി 2 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ് ടൈംസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി പ്ലസ് ആർ എക്സ് പ്ലസ് ആർ പ്രൈം. ഇക്വേഷൻ നമ്പർ 6. ഹൈപ്പോത്തസിസ് പ്രകാരം എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് റൂട്ട് ബി എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0യുടെ ഒരു റൂട്ടാണ്. അതുകൊണ്ട് ഇക്വേഷൻ 6ൽ നിന്നും ആർ ഇൻറ്റു എ പ്ലസ് റൂട്ട് ബി പ്ലസ് ആർ പ്രൈം ഈസ് ഈക്വൽ ടു 0. റാഷണൽ ആൻഡ് ഇറാഷണൽ പാർട്സിനെ 0യുമായി ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് ആർ എ പ്ലസ് ആർ പ്രൈം ഈസ് ഈക്വൽ ടു 0 എന്നും ആർ ഇൻറ്റു റൂട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്നും കിട്ടും. ബി നോട്ട് ഈക്വൽ ടു 0 ആയതുകൊണ്ട് റൂട്ട് ബി നോട്ട് ഈക്വൽ ടു 0, അതുകൊണ്ട് ആർ ഇൻറ്റു റൂട്ട് ബി ഈസ് ഈക്വൽ ടു 0യിൽ നിന്നും ആർ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടുന്നു. അതുകൊണ്ട് ആർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആർ പ്രൈം ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതായത് എക്സ് മൈനസ് എ മൈനസ് റൂട്ട് ബി ടൈംസ് എക്സ് മൈനസ് എ പ്ലസ് റൂട്ട് ബി കൊണ്ട് എഫ് ഓഫ് എക്സിനെ ഡിവൈഡ് ചെയ്യാം. അതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു എ മൈനസ് റൂട്ട് ബി ഒരു റൂട്ടാണ്. അതായത് എ പ്ലസ് റൂട്ട് ബി എന്ന ഷേർഡ് നമ്പർ റൂട്ടാണെങ്കിൽ എ മൈനസ് റൂട്ട് ബിയും റൂട്ടാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് റാഷണൽ കോയിഫിഷ്യൻസ് ഉള്ള ഇക്വേഷൻസിന്റെ ഷേർഡ് റൂട്ട്സ് പെയറായി ഒക്കർ ചെയ്യുന്നു. പ്രൂഫ് പൂർത്തിയായി. എക്സാമ്പിൾ 1 മൈനസ് റൂട്ട് 5 റൂട്ടായ എക്സ് റൈസ് ടു 4 മൈനസ് 5x ക്യൂബ് പ്ലസ് 4x സ്ക്വയർ പ്ലസ് 8x മൈനസ് 8 ഈസ് ഈക്വൽ ടു 0 എന്ന ഇക്വേഷന്റെ എല്ലാ റൂട്ട്സും കാണുക. 1 മൈനസ് റൂട്ട് 5 ഒക്കർ ഇൻ കോൺജുഗേറ്റ് പെയർ ആയതുകൊണ്ട് 1 പ്ലസ് റൂട്ട് 5 മറ്റൊരു റൂട്ടാണ്. അതുകൊണ്ട് എക്സ് സ്ക്വയർ മൈനസ് 2x മൈനസ് 4 തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷന്റെ ഒരു ഫാക്ടറാണ്. ഡിവൈഡ് ചെയ്താൽ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 എന്ന ഫാക്ടർ ലഭിക്കുന്നു. അവയുടെ റൂട്ട്സ് 1ഉം 2ഉം ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സ് 1 മൈനസ് റൂട്ട് 5, 1 പ്ലസ് റൂട്ട് 5, 1 ആൻഡ് 2. എക്സാമ്പിൾ 2 മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഒരു റൂട്ടായ 6x റൈസ് ടു 4 മൈനസ് 13x ക്യൂബ് മൈനസ് 35x സ്ക്വയർ മൈനസ് x പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0യുടെ മറ്റ് റൂട്ട്സ് കണ്ടുപിടിക്കുക. 2 മൈനസ് റൂട്ട് 3 റൂട്ട് ആയതുകൊണ്ട് തിയറം പ്രകാരം 2 പ്ലസ് റൂട്ട് 3യും മറ്റൊരു റൂട്ടാണ്. ഈ പെയർ ഓഫ് റൂട്ട്സിന് കറസ്പോണ്ടിങ് ആയ ക്വാഡ്രാറ്റിക് ഫാക്ടർ എക്സ് മൈനസ് 2 മൈനസ് റൂട്ട് 3 ടൈംസ് എക്സ് മൈനസ് 2 പ്ലസ് റൂട്ട് 3 ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 1. തന്നിരിക്കുന്ന ഇക്വേഷനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് 6x raised to 4 minus 13x cube minus 35x square minus x plus 3 is equal to x square minus 4x plus 1 times 6x square plus 11x plus 3. 6x square plus 11x plus 3 is equal to 0 യുടെ റൂട്ട്സ് x is equal to negative 11 plus or minus square root of 121 minus 72 by 12 which is equal to negative 11 plus or minus 7 all divided by 12 which is equal to negative 1 upon 3 negative 3 upon 2. അതുകൊണ്ട് തന്നിരിക്കുന്ന പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട്സ് നെഗറ്റീവ് 1/3, നെഗറ്റീവ് 3/2, 2 മൈനസ് റൂട്ട് 3, 2 പ്ലസ് റൂട്ട് 3 ഇവയാണ്. എക്സാമ്പിൾ ഒരു റൂട്ട് സ്ക്വയർ റൂട്ട് ഓഫ് 2 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് നെഗറ്റീവ് 3 ആയ പോളിനോമിയൽ ഇക്വേഷൻ ഓഫ് 4th ഡിഗ്രി വിത്ത് റേഷണൽ കോയിഫിഷ്യൻസ് കണ്ടുപിടിക്കുക. റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 റൂട്ട് ആയതിനാൽ റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3യും റൂട്ട് ഓഫ് 2 മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3യും പെയറായി ഒക്കർ ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ് റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3യും നെഗറ്റീവ് റൂട്ട് 2 മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3യും പെയറായി ഒക്കർ ചെയ്യുന്നു. ആദ്യത്തെ പെയർ റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 ആൻഡ് റൂട്ട് 2 മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 കറസ്പോണ്ടിങ് ആയ ക്വാഡ്രാറ്റിക് ഫാക്ടർ എക്സ് മൈനസ് റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 ടൈംസ് x minus root 2 minus root of negative 3 is equal to x square minus 2 root 2 x plus 5. കൂടാതെ നെഗറ്റീവ് റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 ആൻഡ് നെഗറ്റീവ് റൂട്ട് 2 മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 ഇവയ്ക്ക് കറസ്പോണ്ടിങ് ആയ ക്വാഡ്രാറ്റിക് ഫാക്ടർ എക്സ് മൈനസ് നെഗറ്റീവ് റൂട്ട് 2 പ്ലസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 ടൈംസ് എക്സ് മൈനസ് നെഗറ്റീവ് റൂട്ട് 2 മൈനസ് റൂട്ട് ഓഫ് നെഗറ്റീവ് 3 is equal to x square plus 2 root 2 x plus 5 ആണ്. അതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് 2 root 2 x plus 5 ടൈംസ് എക്സ് സ്ക്വയർ പ്ലസ് 2 root 2 x plus 5 is equal to 0. അതായത് എക്സ് സ്ക്വയർ പ്ലസ് 5 ഹോൾ സ്ക്വയർ മൈനസ് 8x സ്ക്വയർ is equal to 0. അതായത് എക്സ് റൈസ് ടു 4 പ്ലസ് 2x സ്ക്വയർ പ്ലസ് 25 is equal to 0. തിയറം പി ക്യൂ ഇവ ഇൻഡിജേഴ്സും ക്യൂ നോട്ട് ഈക്വൽ ടു 0യും കൂടാതെ പി ക്യൂ എന്ന ഇൻഡിജേഴ്സ് പ്രൈം ടു ഈച്ച് അതറുമായ പി ബൈ ക്യൂ എന്ന റാഷണൽ നമ്പർ റൂട്ടായ ഇക്വേഷൻ ആണ് P0 x raised to n plus P1 x raised to n minus 1 plus
p2 x raised to n minus 2 plus etc plus pn is equal to 0 where p0 p1 etc pn are integers and p0 not equal to 0 എന്ന് കരുതുക. അപ്പോൾ p എന്നത് pn ന്റെ ഡിവൈസറും q എന്നത് p0 ന്റെ ഡിവൈസറും ആയിരിക്കും. പ്രൂഫ് p by q തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട് ആയതുകൊണ്ട് p0 ടൈംസ് p by q to the power n plus p1 into p by q to the power n minus 1 plus etc plus pn minus 1 times p by q plus pn is equal to 0. Equation number 8. Equation 8 നെ q raised to n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ p0 p raised to n plus p1 p raised to n minus 1 q plus p2 p raised to n minus 2 times q square plus etc plus pn q raised to n is equal to 0. Equation number 9 കിട്ടുന്നു. p0 p raised to n നെ വലതുവശത്തേക്ക് നീക്കുകയും q കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് p1 p raised to n minus 1 plus p2 p raised to n minus 2 q plus etc plus pn q raised to n minus 1 is equal to negative p0 p raised to n by q ലഭിക്കുന്നു. p1 p2 etc pn p, q ഇവയെല്ലാം ഇൻറ്റിജേഴ്സ് ആയതിനാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡും അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡും ഒരു ഇൻറ്റിജർ ആയിരിക്കും. ഇതിൽ നിന്നും q p0 p raised to n എന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നതായി കാണും. അതുകൊണ്ട് p0 p raised to n നെ q ഡിവൈഡ് ചെയ്യും. പിയും ക്യൂവും റിലേറ്റീവ്ലി പ്രൈംസ് ആയതുകൊണ്ട് ക്യൂ എന്ന നമ്പർ പി റേസ് ടു നെ ഡിവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് ക്യൂ പി നോട്ടിനെ ഡിവൈഡ് ചെയ്യണം. മറ്റൊരു തരത്തിൽ ക്യൂ എന്നത് പി നോട്ടിന്റെ ഡിവൈസറാണ്. ഇക്വേഷൻ 9ൽ പി എൻ ക്യൂ റേസ് ടു നെ വലതുവശത്ത് കൊണ്ടുപോവുകയും ത്രൂ ഔട്ട് പി കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് പി നോട്ട് പി റേസ് ടു എൻ മൈനസ് 1 പ്ലസ് പി 1 പി റേസ് ടു എൻ മൈനസ് 2 ക്യൂ പ്ലസ് എക്സെട്ര പ്ലസ് പി എൻ മൈനസ് 1 q raised to n minus 1 is equal to negative pn q raised to n by p എന്നാണ്. മുകളിൽ കൊടുത്ത ആർഗ്യുമെന്റ് തന്നെ ഉപയോഗിച്ചാൽ pn q raised to n by p ഒരു ഇൻറ്റിജറും കൂടാതെ p and q raised to n ഇവയ്ക്ക് കോമൺ ഫാക്ടർ ഇല്ലാത്തതിനാലും p divides pn എന്ന് കിട്ടും. എക്സാമ്പിൾ 4x raised to 5 plus x cube plus x square minus 3x plus 1 is equal to 0 എന്ന ഇക്വേഷന് റാഷണൽ റൂട്ട്സ് ഉണ്ട് എന്ന് തന്നാൽ എല്ലാ റൂട്ട്സും കണ്ടുപിടിക്കുക. പിയും ക്യൂവും അന്യോന്യം പ്രൈംസ് ആവത്തക്ക രൂപത്തിൽ ഉള്ള പി ബൈ ക്യൂ എന്ന റാഷണൽ നമ്പർ തന്നിരിക്കുന്ന ഇക്വേഷന്റെ റൂട്ട് ആണെങ്കിൽ തിയറം പ്രകാരം പി പി എൻ ഇസ് ഈക്വൽ ടു 1 ഡിവൈസറും ക്യൂ പി നോട്ട് ഇസ് ഈക്വൽ ടു 4 ഡിവൈസറും ആയിരിക്കും. അതുകൊണ്ട് പി ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 1 ആൻഡ് ക്യൂ ഇസ് ഈക്വൽ ടു 1, 2 or 4. അതുകൊണ്ട് പോസിബിൾ റാഷണൽ റൂട്ട്സ് ഇവയാണ് 1, 1/2, 1/4, -1, -1/2, -1/4. of x is equal to 4x raised to 5 plus x cube plus x square minus 3x plus 1 എന്നെടുത്താൽ f of 1 not equal to 0, f of 1/2 equal to 0, f of 1/4 not equal to 0, f of -1 is equal to 0, f of -1/2 not equal to 0 and f of -1/4 not equal to 0. അതുകൊണ്ട് 1/2, -1 ഇവ മാത്രമാണ് റാഷണൽ റൂട്ട്സ്. മറ്റ് റൂട്ട്സ് താഴെ പറയും പ്രകാരം കണ്ടുപിടിക്കുന്നു. f of x നെ x minus 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റിനെ x minus -1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്നത് f of x is equal to x minus 1/2 times x plus 1 times 4x cube minus 2x square plus 4x minus 2 എന്നാണ്. തേർഡ് ഡിഗ്രി ഫാക്ടർ ആയ 4x cube minus 2x square plus 4x minus 2 ഏതൊരു റൂട്ടും f of x is equal to 0 റൂട്ടാണ്. തിയറം പ്രകാരം തേർഡ് ഡിഗ്രി ഫാക്ടറിന്റെ പോസിബിൾ റാഷണൽ റൂട്ട്സ് 1/2, -1 ഇവയാണ്. 1/2 എന്നത് 4x cube minus 2x square plus 4x minus 2 റൂട്ടാണെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് f of x നെ x minus 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് f of x is equal to x minus 1/2 whole square times x plus 1 times 4x square plus 4 which is equal to 4 times x minus 1/2 whole square into x plus 1 into x square plus 1. അതുകൊണ്ട് f of x is equal to 0 യുടെ റൂട്ട്സ് 1/2, 1/2, -1, i minus i. തിയറം x raised to n plus p1 x raised to n minus 1 plus etc plus pn is equal to 0 where p1 p2 etc pn integers ആയിട്ടുള്ള ഇക്വേഷന്റെ ഏതൊരു റാഷണൽ റൂട്ടും ഇൻറ്റിജർ ആയിരിക്കും. കൂടാതെ അത്തരം ഇൻറ്റിജേഴ്സ് pn നെ ഡിവൈഡ് ചെയ്യും. പ്രൂഫ് തൊട്ട് മുൻപ് പറഞ്ഞ തിയറത്തിൽ p0 is equal to 1 എന്ന് കൊടുക്കുന്നു. q എന്നത് p0 is equal to 1 ഡിവൈസർ ആയതുകൊണ്ട് q is equal to plus or minus 1. അതുകൊണ്ട് ഏതൊരു റാഷണൽ റൂട്ടും ഇൻറ്റിജർ ആയിരിക്കും. കൂടാതെ പി അത്തരമൊരു റൂട്ടാണെങ്കിൽ പി എൻ നെ ഡിവൈഡ് ചെയ്യും. എക്സാമ്പിൾ x raised to 4 minus x cube minus 19x square plus 49x minus 30 is equal to 0 യുടെ റാഷണൽ റൂട്ട്സ് കണ്ടുപിടിക്കുക. തിയറം പ്രകാരം റാഷണൽ റൂട്ട്സ് അഥവാ ഉണ്ടെങ്കിൽ -30 ഡിവൈസേഴ്സ് ആയിരിക്കും.
അതുകൊണ്ട് പോസിബിൾ റാഷണൽ റൂട്ട്സ് ഇവയാണ്: +or-1, +or-2, +or-3, +or-5, +or-6, +or-10, +or-15, +or-30. വെരിഫിക്കേഷൻ പ്രകാരം നമുക്ക് 1, 2, 3 ആൻഡ് -5 ഇവ റൂട്ട്സ് ആണെന്ന് കാണാൻ സാധിക്കും.